ഏവർക്കും നന്മയുടെ നല്ല ദിവസം. 19/11/2024 ഞൊടിക്കുന്ന സമയത്തിനകത്ത് കുതിക്കാൻ കഴിയുന്ന മനസ്സുള്ളവർ കാതൊന്ന് കൂർപ്പിക്കുക. തിളങ്ങുന്ന കണ്ണുകൾക്ക് പ്രകാശം കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ പ്രഭാതത്തെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുക. വളരെ ലളിതമായൊരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ ചെറിയ ടോക്ക് അവസാനിപ്പിക്കാം. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾ, 10ാം ക്ലാസ് 12ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളും ഡിഗ്രി പഠിക്കുന്ന കുട്ടികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്നാൽ ജീവിതത്തിൽ മറ്റു കാര്യങ്ങൾ ഇടപെടുന്ന സാധാരണ കർഷകനാണെങ്കിലും വലിയ വൈറ്റ് കോളർ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും ഇത് ബാധകമായി തോന്നുന്നവർ മാത്രം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം, ഇന്ന് രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ ഒരു 5 കാര്യങ്ങളുണ്ട് എന്ന് ചിന്തിക്കുക. ഈ 5 കാര്യങ്ങളിൽ ചിലത് വളരെ പ്രയാസമുള്ളതും വളരെ ലളിതവുമാണ്. നിങ്ങൾ ഏറ്റവും ലളിതമായത് ആദ്യം ചെയ്യുമോ, ഏറ്റവും പ്രയാസമുള്ളത് ആദ്യം ചെയ്യുമോ? ഇതാണ് എൻ്റെ ചോദ്യമെന്ന്. ഒന്നാമത്തെ കാര്യം, ഒരു റോസാ ചെടിയുടെ ചുവട് കിളച്ച് അതിന് വളമിടണം. രണ്ടാമത്തെ കാര്യം, 100 പേജിൽ കവിയാത്ത ഒരു പുസ്തകം വായിച്ച് ആ പുസ്തകത്തിലെ പുതിയ വാക്കുകൾ കുറിച്ചെടുത്ത് അതിൻ്റെ അർത്ഥങ്ങൾ കണ്ടെത്തുക. മൂന്നാമത്തെ കാര്യം, ഒരു അപരിചിതയോ പരിചയപ്പെട്ട് അവരുടെ ജീവിത പശ്ചാത്തലത്തെക്കുറിച്ച് 10 വാക്യങ്ങൾ എഴുതിയെടുക്കുക. നാലാമത്തെ കാര്യം, വേപ്പില നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. വേപ്പില അരച്ച് ഉരുട്ടി ഒരു നെല്ലിക്ക വലുപ്പത്തിലാക്കി തിളച്ച പാലിൽ ഇട്ട് ഇളക്കി അത് കുടിക്കുക. അഞ്ചാമത്തെ കാര്യം, 2 അടി വീതി മാത്രം ഉള്ള ഒരു വഴിയിലൂടെ നിങ്ങൾക്ക് നടന്നു പോകണം. എന്നാൽ ഈ വഴി 50 അടി നടക്കുന്നതിനിടയ്ക്ക് ഒരു മൂർഖൻ പാമ്പ് കിടപ്പുണ്ട്. ഈ വഴി പൂർത്തിയാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത തലത്തിലേക്ക് ഉയരാൻ സാധിക്കുള്ളൂ. 6 മുതൽ 12 വരെയുള്ള സമയം, ഇന്ന് പ്രഭാതം 6 മുതൽ ഉച്ചയ്ക്ക് 12 വരെയുള്ള സമയം. സുഹൃത്തുക്കളെ, ഇതിൽ ഏതാദ്യം ചെയ്യണം എന്നതില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഏത് നിങ്ങൾ ആദ്യം ചെയ്യും? ഈ ചോദ്യം നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. ഏത് നിങ്ങൾ ആദ്യം ചെയ്യും? ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാതെ വന്നാൽ നിങ്ങളെ ഈ സ്ഥാപനത്തിൽ നിന്ന് പറഞ്ഞു വിടുകയോ നിങ്ങൾ ഈ പരീക്ഷയിൽ ജയിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ അധികാരി എന്ന നിലയിൽ നിങ്ങളെ ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയോ ചെയ്യും. അത് നിങ്ങൾക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന 5 അക്ക സാലറിയിൽ നിന്ന് പിന്നോട്ട് മാറി അത് 3 അക്കത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യം എത്തുകയും ചെയ്യും. നിങ്ങളേതായിരിക്കും ആദ്യം ചെയ്യുക? ഇവിടെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ മനോവീര്യം ഉയർന്നു വരണമെന്നത്. ഇതിൽ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത് എന്ന് എഴുതി വെക്കുക, അല്ലെങ്കിൽ ഏറ്റവും പ്രയാസമുള്ളത് ഏത് എന്ന് എഴുതി വെക്കുക, നോക്കുക. എന്നിട്ട് ഞാൻ ആദ്യം പറയും, ഏറ്റവും പ്രയാസമുള്ളത് ആദ്യം ചെയ്യുക. കാരണം ഇപ്പോൾ കാഞ്ഞിരത്തിൻ്റെ ഒരു ഉരുള നമ്മൾ പാലിൽ തിളപ്പിച്ച് കഴിക്കണം. സാരമില്ല, വിഴുങ്ങി തീർക്കാം. അത് നമുക്ക് വലിയ ടെൻഷൻ വരത്തില്ല. അപ്പോൾ എല്ലാം തീർന്ന് ടെൻഷൻ കഴിഞ്ഞിട്ട് മൂർഖൻ കിടക്കുന്നിടത്തോടെ പോകാൻ തീരുമാനിച്ചാലോ? മൂർഖൻ കിടക്കുന്നു എന്ന ചിന്ത നിങ്ങളെ എപ്പോഴൊക്കെ ഭരിക്കുന്നോ അപ്പോഴൊക്കെ താഴെ നിൽക്കുന്ന 4 ചെയ്യുന്ന കാര്യങ്ങളും നമ്മളെ വല്ലാതെ ബാധിക്കും, നമ്മളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തും. അതുകൊണ്ട് പ്രിയ സുഹൃത്തെ, ഞാൻ ആദ്യം പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ 6 മണിക്കൂർ തന്നിട്ടുണ്ട്. ആ 6 മണിക്കൂർ തന്നിട്ടുണ്ടെങ്കിൽ ഇതിലേറ്റവും പ്രയാസമായത് ആദ്യം ചെയ്തു തീർക്കാൻ പരിശ്രമിക്കുക. അതല്ലെങ്കിൽ നമുക്ക് മാനസിക പിരിമുറുക്കം കൂടുതലായിട്ട് ഉണ്ടാകും. ആദ്യം പ്രയാസമുള്ളത് ചെയ്താൽ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. രണ്ടാമത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ കൃത്യത വർദ്ധിക്കും. അതുകൊണ്ട് ആദ്യം പ്രയാസമുള്ളത് കീഴടക്കിയാൽ നിങ്ങൾക്കുണ്ടാകുന്ന ആത്മവിശ്വാസം പിന്നീടുള്ളതിനെ വൃത്തിയായും കൃത്യമായും പൂർണ്ണതയോടെയും ചെയ്യാൻ സഹായിക്കും. അതുകൊണ്ട് കൊച്ചുകുട്ടികളാണെങ്കിലും പ്രയാസമുള്ളതൊക്കെ ആദ്യം തീർക്കുക.
ജീവിതത്തിൽ പ്രയാസം ഉണ്ട് എന്ന് തോന്നുന്ന കാര്യങ്ങൾ സാധാരണക്കാർ ആദ്യം തീർക്കാൻ പരിശ്രമിക്കാം. ഇന്നത്തെ ടോക്ക് ഞാൻ നിർത്തുന്നു തൽക്കാലത്തേക്ക്. പരീക്ഷയ്ക്കൊരുങ്ങുന്ന കാലഘട്ടമാകയാൽ തന്നെ കുട്ടികളെ നിങ്ങൾ വളരെ ശക്തമായിട്ട് പ്രതിബന്ധങ്ങളെ, ഞാനത് ഒരു വാക്കിൽ അവസാനിപ്പിക്കാം. അതായത് എവറസ്റ്റ് കീഴടക്കിയ ഒരുപാട് മനുഷ്യരെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. കൈലാസം കീഴടക്കിയിട്ടുണ്ട് ആരെങ്കിലും ഒരാളെങ്കിലും ഉത്തരം പറഞ്ഞു എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ. കൈലാസം എവറസ്റ്റിനേക്കാൾ 2000 അടി താഴെയാണ് കീഴടക്കിയിട്ടുണ്ടോ. അതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നേടിയിട്ടുള്ള എല്ലാവരും തന്നെ ആദ്യം അവരുടെ ജീവിതത്തിൻ്റെ പ്രതിബന്ധങ്ങളുള്ള വശങ്ങൾ, പ്രയാസങ്ങളുള്ള വശങ്ങൾ ആദ്യം തീർക്കാൻ പരിശ്രമിക്കും. നന്മയുടെ നല്ല ദിവസം. ആർക്കെങ്കിലും എൻ്റെ ടോക്കിൽ നിന്ന് ഒരു വാക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ജോൺസൺ കരൂർ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എൻ്റെ ചാനൽ കിട്ടും. സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പരീക്ഷ അതുപോലെ പഠന സംബന്ധിതമായ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ വിളിക്കുക. നന്മയുടെ നല്ല ദിവസം. ജോൺസൺ കരൂർ 9447309807.